ഹായ് ഹലോ, ഞാൻ ശ്രീ പ്ലാൻസിൽ നിന്നാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാനും ഒരു കാര്യം കാണിച്ചു തരാനും കൂടിയുണ്ട് ഈ ഷോർട്സ് ഇടുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു ഓർക്കിഡുമ്മൽ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ട്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ചോദിച്ചിരുന്നു ഇതിലെന്ത് വളമാണ് കൊടുക്കണത്, ഇതെങ്ങനെയാണ് വളർത്തണതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് കമ്പുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഫ്ലവർ ചെയ്ത സ്പൈക്കില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചിലതിനൊക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട്, ചിലതിങ്ങനെ ഉണങ്ങണ വരെയും അതുപോലെ ഇങ്ങനെ നിർത്താറുണ്ട്. ഇപ്പോൾ ഇത് നോക്കിയേ നിങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി കേട്ടോ, ഈ സ്പൈക്ക് ഫ്ലവറിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിയിൽ ഇങ്ങനെ ഫ്ലവർ വരുമല്ലോ, ആ സ്പൈക്കാണ്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഉണങ്ങിയപ്പോൾ ഇങ്ങനെ ഒടിച്ചപ്പോൾ ഇത് ഒടിഞ്ഞു പോയി. പക്ഷേ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ നോക്കൂ, കണ്ട പുതിയൊരു ചിലപ്പോൾ ബഡായിരിക്കും അല്ലെങ്കിൽ തൈയായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ബഡിൻ്റെ ഒരു സ്പൈക്കാണ് തോന്നുന്നു. അതുപോലെ തന്നെ എല്ലാത്തുമ്മലും അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഉന്തിച്ച് വരുന്നത്, ഇവിടെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ സ്പൈക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിൻ്റെ സൈഡിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ഇതൊക്കെ ഫ്ലവറിങ് കഴിഞ്ഞ് ഇവിടെ വെട്ടിയതിന് ശേഷം വീണ്ടും സ്പൈക്ക് വരുന്നതാണ് കേട്ടോ ഈ ഓർക്കിഡുമ്മൽ. പിന്നെ ഞാൻ കുറേ ആയി ഉണ്ടായിട്ട് സ്പൈക്കായി നിൽക്കണത്. എന്നിട്ട് അതുമ്മൽ കണ്ടോ ആ സൈഡ് എനിക്ക് അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോയെന്ന് അറിയില്ല. കണ്ടോ ഇതൊക്കെ ഉണങ്ങി നിൽക്കുന്ന സ്പൈക്കുകളാണ്. പക്ഷേ ഇത് കണ്ടോ നിങ്ങൾ, ഇതുമ്മൽ 2 ബഡിൻ്റെ സ്പൈക്കാണ് ഈ വന്ന് നിൽക്കുന്നത്. കണ്ടോ ആ ഒടിച്ച് കളഞ്ഞതുമ്മലാണ് ആ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ ഓർക്കിഡുമ്മൽ എല്ലാവരും ചോദിക്കുന്നതാണ് ഫ്ലവർ ആയതിന് ശേഷം അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കട്ട് ചെയ്ത് കളയാം, ചിലത് ഞാൻ കട്ട് ചെയ്ത് കളയാറില്ല. അല്ലെങ്കിൽ നല്ലോണം നീളത്തിയിൽ പോകണമെങ്കിൽ കുറച്ച് ഇറക്കിയിട്ട് അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കണ്ടോ ഇതിപ്പോൾ ഞാൻ നല്ലോണം കട്ട് ചെയ്ത് കളഞ്ഞു. മഴ സീസൺ കാരണം കട്ട് ചെയ്താണ്, പെട്ടെന്ന് കേടായി. പക്ഷേ ഇത്രയും നിങ്ങൾ കയറ്റി കട്ട് ചെയ്യണ്ട, കുറച്ചും കൂടി ഇങ്ങനെ നീളത്തിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും അതുപോലെ ബഡോ അല്ലെങ്കിൽ പുതിയ തൈകളോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ.